അത് പാചാലി ഉടനെ തൂത്ത് കഴിച്ച് പാത്രം കവിട്ടിയാൽ പിന്നെ ഒന്നും വന്നില്ല. ആ സമയം ഇവനറിയാം ദുര്യോധനുണ്ട്. ആ സമയത്ത് ദുർവാസാവിനെയും കൂട്ടിയിട്ട് ദുർവാസാവ് ചോദിച്ചാൽ പിന്നെ ഒന്നുമില്ലല്ലോ. എന്നുവെച്ചും പറഞ്ഞ് എൻ്റെ വകയാണ് അടി സദ്യ കിടക്കണം, അതുകൊണ്ട് നിങ്ങളിന്ന് ചോറ് തരാൻ പറയും. പാഞ്ചാലി പാത്രം കവിട്ടിയ സമയത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒന്നിച്ചും പറഞ്ഞ് ഭക്ഷണം തരുന്നു. ഇപ്പൊ തർമ്മത്തിൽ പറഞ്ഞു കുളിച്ചിട്ട് വാ, കുളിച്ചിട്ട് വാ. ഇവരങ്ങ് കുളിക്കാൻ പോയി. ഇവിടെ പ്രാർത്ഥനയും തുടങ്ങി. പ്രാർത്ഥിച്ച് വിഷം വന്നു. വിഷമദേശം പറഞ്ഞ് ഉള്ള ചോറിഞ്ഞിട്ട് തന്നാൽ മതി, ഞാനിതിനെ അത്താഴമൊന്നും കഴിച്ചില്ല, ഇതുവരെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഉള്ള ചോറിഞ്ഞിട്ട് ബാക്കി ഞാൻ വെള്ളം കുടിച്ചോളാം. പാഞ്ചാലി പറഞ്ഞ് ഇവിടെ ഒന്നുമില്ല, ഞാൻ പാത്രം കവയ്ക്കാനൊന്നുമില്ലെന്നറിയാമല്ലോ. ദുർവാസാവും കൂട്ടരും വന്നതിനാണ് ഞങ്ങൾ വിളിപ്പിച്ചത്. ആ പാത്രം ചേർത്തിട്ട് ഈ പാത്രം എടുത്തിട്ടല്ല, അതിനകത്ത് കിച്ചൺ നോക്കുമ്പോൾ ഒരു മുറി ചീരയിലുണ്ട്. അതാ ഒരു ചോറാൻ തരുന്നില്ല. ഇതൊന്ന് കഴിച്ച് വെള്ളവും കുടിക്കുമ്പോൾ ഇല്ല കുളിക്കാൻ പോയവർക്ക് നിറഞ്ഞ് വിറ്റായി. അവർക്ക് ഇങ്ങോട്ട് ചോറ് വെക്കാൻ പോലും മേലെ വയറ് നിറഞ്ഞ്. ഇവിടെ വരുമ്പോ പറയാം ആ കയറി ഇരിക്കാനാണ് പറയുന്നത്. അനുഭവത്തിൽ കയറി ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഇന്നൊരു സാധനവും വേണ്ട, ഞങ്ങളുടെ വായു വരുന്നത് വരെ വാൽപ്രയോഗത്തിന്റെ സ്വാദാണ്, ഞങ്ങളെ വിട്ടേക്കണം, ക്ഷമയും പറഞ്ഞ ഒരു. അപ്പൊ അവിടവും വിജയിച്ചില്ല. ഇവൻ എന്ത് ചെയ്ത് എത്ര വാലിനി അരക്കിന്റെ ഇല്ല